ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ജമ്മു കാശ്മീർ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ അന്താരാഷ്ട്ര യോഗദിന പരിപാടിക്ക് പ്രധാനമന്ത്രി നേതൃത്വം നൽകും. 2024-25 സീസണിൽ 14 ഖാരിഫ് വിളകൾക്കുള്ള മിനിമം താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. ദേശീയ പരീക്ഷാ ഏജൻസി നടത്തിയ UGC നെറ്റ് പരീക്ഷ കേന്ദ്ര സർക്കാർ റദ്ദാക്കി. രാജ്യത്ത് വിവിധ ഇടങ്ങളിൽ ഉഷ്ണതരംഗം തുടരുന്നു. പ്രതിരോധ നടപടികൾ ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി ആരോഗ്യ മന്ത്രാലയം. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിച്ചു. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 2020 ലോകകപ്പ് സൂപ്പർ 8-ലെ ആദ്യ മത്സരത്തിൽ അമേരിക്കയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 18 റൺസ് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ജമ്മുകാശ്മീർ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. 1500 കോടി രൂപയുടെ 84 പ്രധാന വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. യുവാക്കളെ ശാക്തീകരിക്കുന്നതിനായി ശ്രീനഗറിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. കേന്ദ്ര സർവീസിൽ ജോലി ലഭിച്ച 2000 പേർക്കുള്ള നിയമന ഉത്തരവുകൾ അദ്ദേഹം കൈമാറും. കാർഷിക അനുബന്ധ മേഖലയിലെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള 1800 കോടി രൂപയുടെ പദ്ധതിക്കും ശ്രീ മോദി തുടക്കം കുറിക്കും. 10ാമത് അന്താരാഷ്ട്ര യോഗദിനമായ നാളെ യോഗദിന പരിപാടിക്ക് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി ശ്രീനഗറിൽ പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്യും. 14 വിളകളുടെ മിനിമം താങ്ങുവില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിന് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. മഹാരാഷ്ട്രയിലെ വധാവൻ തുറമുഖം വികസിപ്പിക്കാനും ഗുജറാത്തിലും തമിഴ്നാട്ടിലും ആദ്യത്തെ ഓഫ്ഷോർ വിൻഡ് ടെർമിനൽ വികസിപ്പിക്കാനും തീരുമാനിച്ചതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. 2024-25 വിപണന സീസണിൽ 14 ഖാരിഫ് വിളകൾക്ക് മിനിമം താങ്ങുവില അംഗീകരിച്ചതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. നെല്ല്, പരുത്തി, തിന, പയർവർഗ്ഗങ്ങൾ, എണ്ണക്കുരു എന്നിവയുടെ താങ്ങുവിലയിലെ ഗണ്യമായ വർധനവ് കർഷകർക്ക് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നെല്ലിന്റെ താങ്ങുവില കിലോയ്ക്ക് 23 രൂപയാക്കി ഉയർത്തി. ക്വിന്റലിന് 117 രൂപ വർദ്ധിപ്പിച്ചതോടെ താങ്ങുവില 2300 രൂപയായി. രാജ്യത്തുടനീളം 2 ലക്ഷം ഗോഡൌണുകൾ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ എന്ന് ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. കടൽക്കാറ്റ് നിന്ന് ഊർജ്ജം ഉത്പാദിപ്പിക്കുന്ന പദ്ധതികൾക്കായുള്ള വയബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗ് പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 2869 കോടി രൂപ ചെലവിൽ വാരണാസിയിലെ ലാൽ ബഹാദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം വികസിപ്പിക്കുന്നതിനും മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചു. പരിസ്ഥിതി സുസ്ഥിരത ഉറപ്പുവരുത്തുന്ന ഹരിത വിമാനത്താവളമായി വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ദേശീയ പരീക്ഷാ ഏജൻസി നടത്തിയ UGC നെറ്റ് പരീക്ഷ കേന്ദ്ര സർക്കാർ റദ്ദാക്കി. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷയിൽ ക്രമക്കേട് നടന്നതായി സൂചന ലഭിച്ചതിനെ തുടർന്നാണ് പരീക്ഷ റദ്ദാക്കിയത്. അന്വേഷണം CBIയെ ഏൽപ്പിച്ചതായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. പരീക്ഷയുടെ പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ബീഹാറിലെ പട്നയിൽ നടന്ന നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിനെക്കുറിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ബീഹാർ പോലീസിനോട് വിശദമായ റിപ്പോർട്ട് തേടി. നീറ്റിൽ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഇതിനോടകം റിപ്പോർട്ട് നൽകിയതായി മന്ത്രാലയം പറഞ്ഞു. ഏതെങ്കിലും വ്യക്തിയോ സ്ഥാപനമോ പരീക്ഷാ ക്രമക്കേടുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നും മന്ത്രാലയം അറിയിച്ചു. കേരള നിയമസഭാ സമ്മേളനം ഇന്നും തുടരും. കണ്ണൂർ തലശ്ശേരിയിൽ സ്റ്റീൽ ബോംബ് പൊട്ടി വൃദ്ധൻ മരിച്ച വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്നലെ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത് CPIM ആണെന്ന് തെളിഞ്ഞതായി പ്രതിപക്ഷത്തു നിന്നും അടിയന്തര പ്രമേയ അവതരണത്തിന് നോട്ടീസ് നൽകിയ സണ്ണി ജോസഫ് ആരോപിച്ചു. സംഭവത്തിൽ ഊർജിതമായ അന്വേഷണം തുടരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി. നാളെ അന്താരാഷ്ട്ര യോഗദിനം. യോഗ ദിനാചരണത്തോടനുബന്ധിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുന്നു. യോഗ നമുക്കും സമൂഹത്തിനും എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയുള്ള സംയോജിത ബോധവൽക്കരണ പരിപാടി ഇന്ന് തിരുവനന്തപുരം പേരൂർക്കട കേന്ദ്രീയ വിദ്യാലയയിലും നാളെ മാറിവാനിയസ് കോളേജിലും നടക്കും. കൊല്ലം ശ്രീനാരായണ വനിതാ കോളേജും കൊല്ലം നാഷണൽ ആയുഷ് മിഷനുമായി ചേർന്ന് ഇന്ന് വെബിനാറും സംഘടിപ്പിക്കും. CBC പാലക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന യോഗ ദിനാചരണ പരിപാടി നാളെ തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കും.
2024-25 പൊതു ബജറ്റിന് മുന്നോടിയായി ന്യൂഡൽഹിയിൽ പ്രമുഖ സാമ്പത്തിക വിദഗ്ധരുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കൂടിക്കാഴ്ച നടത്തി. ബജറ്റിന് മുന്നോടിയായുള്ള ആദ്യഘട്ട കൂടിയാലോചനയിൽ കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി, മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്, സാമ്പത്തിക വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുമായുള്ള പ്രത്യേക അഭിമുഖത്തിന്റെ റെക്കോർഡിംഗ് ആകാശവാണി ഇന്ന് പ്രക്ഷേപണം ചെയ്യും. രാവിലെ 8:45 ആകാശവാണി ഗോൾഡിലും ആകാശവാണിയുടെ മുഴുവൻ ദേശീയ നെറ്റ്വർക്കിലും യൂട്യൂബ് ചാനലിലും പരിപാടി കേൾക്കാം. രാജ്യത്തെ ബാങ്കിംഗ് മേഖലയെ പരിവർത്തനം ചെയ്യുന്നതിൽ പൊതുമേഖലാ ബാങ്കുകൾക്ക് സുപ്രധാന പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. MyGov ഇന്ത്യ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കണക്കുകൾ പ്രകാരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലാഭം 2023-24 61,000 കോടി രൂപയായി ഉയർന്നു. ഒരു ദശകം മുമ്പ് 4,500 കോടി രൂപയായിരുന്ന ബാങ്ക് ഓഫ് ബറോഡയുടെ ലാഭം 2023-24 17,000 കോടി രൂപയായും ഉയർന്നു. മറ്റ് പൊതുമേഖലാ ബാങ്കുകളും കഴിഞ്ഞ 10 വർഷത്തിനിടെ ശ്രദ്ധേയമായ വളർച്ച പ്രകടമാക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉഷ്ണതരംഗ സാധ്യത ഉയരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ നടപടികൾ ഉറപ്പാക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാന ആരോഗ്യ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ചൂട് മൂലമുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള ദേശീയ കർമ്മ പദ്ധതി പ്രചരിപ്പിക്കാനും ജില്ലാ നഗരതലങ്ങളിൽ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും സംസ്ഥാന നോഡൽ ഓഫീസർമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സർക്കാർ ആശുപത്രികളിലെ സ്ഥിതിഗതികളും തയ്യാറെടുപ്പുകളും അവലോകനം ചെയ്തു. പ്രത്യേക ഉഷ്ണതരംഗ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ ആശുപത്രികൾക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി. കനത്ത ചൂടിൽ ഡൽഹിയിൽ 16 പേരാണ് മരിച്ചത്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. മറ്റന്നാൾ മുതൽ കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്നതിനാൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടറാണ് മരിച്ചത്. അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞാണ് അപകടം. ISRO ചെയർമാൻ S. സോമനാഥുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്നലെ ബംഗളൂരുവിൽ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ മുല്ലപ്പെരിയാർ, ഇടുക്കി ഡാമുകളുമായി ബന്ധപ്പെട്ടുണ്ടാകാനിടയുള്ള വെള്ളപ്പൊക്ക സാധ്യത വിലയിരുത്തുന്നതിന് ബഹിരാകാശ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്തു. വെള്ളപ്പൊക്ക സാധ്യത വിലയിരുത്തുന്നതിനായി ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ തയ്യാറാക്കുന്ന പ്രാദേശിക ഭൂരേഖ വിവരങ്ങൾ കൈമാറുമെന്ന് ISRO ചെയർമാൻ കേന്ദ്ര സഹമന്ത്രിയെ അറിയിച്ചു. ICC 2020 ലോകകപ്പ് സൂപ്പർ 8-ലെ ആദ്യ മത്സരത്തിൽ അമേരിക്കയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 18 റൺസ് ജയം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക നിശ്ചിത ഓവറിൽ 194 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ അമേരിക്കയ്ക്ക് നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. സൂപ്പർ 8-ൽ ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഏറ്റുമുട്ടും. രാത്രി 8 മണിക്കാണ് മത്സരം. ഗ്രൂപ്പ് 2-വിൽ ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള മത്സരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇന്നലെ നടന്ന അമ്പെയ്ത്ത് ലോകകപ്പ് സ്റ്റേജ് 3-യുടെ സെമി ഫൈനലിൽ ജ്യോതി സുരേഖ വെണ്ണം, പർനീത് കൌർ, അദിതി ഗോപിചന്ദ് സ്വാമി എന്നിവരടങ്ങിയ ഇന്ത്യൻ വനിതാ കോമ്പൌണ്ട് ടീമിന് തുർക്കിക്കെതിരെ തകർപ്പൻ ജയം. തുർക്കിയെ 234-227 എന്ന സ്കോറിനാണ് ഇന്ത്യൻ ത്രയം തോൽപ്പിച്ചത്. ശനിയാഴ്ച നടക്കുന്ന അവസാന മത്സരത്തിൽ ഇന്ത്യ എസ്തോണിയയെ നേരിടും. തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചിയിൽ വ്യാജമദ്യം കഴിച്ച് 15-ലേറെ പേർ മരിച്ചു. നിരവധി പേർ വിവിധ സർക്കാർ ആശുപത്രികളിലായി ചികിത്സയിലാണ്. മരണകാരണം ഇനിയും കണ്ടെത്താനുണ്ടെന്ന് ജില്ലാ കളക്ടർ ശ്രാവൺ കുമാർ ജത്വന്ത് അറിയിച്ചു. ഭൂരിഭാഗം പേരിലും തലകറക്കം, വയറുവേദന, കണ്ണുകളിൽ അസ്വസ്ഥത എന്നീ ലക്ഷണങ്ങൾ പ്രകടമായിരുന്നു. തമിഴ്നാട് ആരോഗ്യമന്ത്രി M. സുബ്രഹ്മണ്യം ആശുപത്രിയിലെത്തിയ സ്ഥിതിഗതികൾ വിലയിരുത്തി. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ജമ്മുകാശ്മീർ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ അന്താരാഷ്ട്ര യോഗദിന പരിപാടിക്ക് പ്രധാനമന്ത്രി നേതൃത്വം നൽകും. 2024-25 സീസണിൽ 14 ഖാരിഫ് വിളകൾക്കുള്ള മിനിമം താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനം. ദേശീയ പരീക്ഷാ ഏജൻസി നടത്തിയ UGC നെറ്റ് പരീക്ഷ കേന്ദ്ര സർക്കാർ റദ്ദാക്കി. രാജ്യത്ത് വിവിധ ഇടങ്ങളിൽ ഉഷ്ണതരംഗം തുടരുന്നു. പ്രതിരോധ നടപടികൾ ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി ആരോഗ്യ മന്ത്രാലയം. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിച്ചു. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 2020 ലോകകപ്പ് സൂപ്പർ 8-ലെ ആദ്യ മത്സരത്തിൽ അമേരിക്കയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 18 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.